ഇപ്പൊ എന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം ഞാൻ അത്യാവശ്യം നല്ലൊരു വണ്ടിഭ്രാന്തനാണ്. മൂന്നാമത്തെ വയസ്സിൽ അടുക്കളയിൽ നിന്ന് പോയി പാത്രം എടുത്തുകൊണ്ട് വന്ന് കട്ടിലിന്റെ പുറത്ത് തലയണി വെച്ച് അതിന്റെ പുറത്ത് പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് അങ്ങനെ തുടങ്ങിയ ഭ്രാന്താണ്. പിന്നെ ഞാൻ വളർന്നപ്പോൾ എൻ്റെ കൂടെ ഈ ഭ്രാന്തും വളർന്നു. പിന്നീട് എനിക്കൊരു വണ്ടിയൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ വാങ്ങിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ കുറെ കാറുകൾ യൂസ് ചെയ്തു. ഇപ്പം എൻ്റെ ഈ ഒരു ഇത്രയും ചെറിയ ഏജിനിടയ്ക്ക് ഒരുപാട് കാറുകൾ ഞാൻ യൂസ് ചെയ്തു. നിലവിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 കാറുകളുണ്ട്. ഒരു മെഴ്സിഡീസ് C ക്ലാസ് ഉണ്ട്, മെഴ്സിഡീസ് B ക്ലാസ് ഉണ്ട്, പിന്നെ ഒരു ക്രെറ്റ 1.4 ടർബോ പെട്രോൾ DCT ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ ഒരു ഡസ്റ്റർ ഡീസൽ ഉണ്ട്. ഇപ്പം 4 കാറുകളാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്. അപ്പം ഇനിയും കുറച്ച് കാറുകളൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ പൈസയൊക്കെ എവിടെയെങ്കിലും കുറച്ചൊന്ന് ലിബറലായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, പൈസ പോകുന്നുണ്ടെങ്കിൽ അത് ഈ കാറുകളുടെ പുറത്ത് മാത്രമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും നല്ല ഫിനാൻഷ്യൽ കൺട്രോൾ ഉള്ള ആളാണ് ഞാൻ. ഈ കാറുകളുടെ കാര്യത്തിൽ മാത്രം ഞാൻ കുറച്ച് ലിബറലാണ്. അപ്പൊ അത് ഞാൻ കുറച്ച് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ക്രൈസ് എന്ന് പറയുന്നത് കാറുകളാണ്. അപ്പം നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ഇത് സാധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പൈസ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫിനാൻസിനെ നശിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പൈസ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കാറുകളുടെ കാര്യത്തിൽ ഞാൻ വലിയൊരു പിശുക്കൊന്നും കാണിക്കാറില്ല. എനിക്ക് ആഗ്രഹമുള്ള കാറുകളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് ഞാൻ മാക്സിമം ഒരു 6 മാസമൊക്കെയാണ് ഒരു കാർ യൂസ് ചെയ്യുന്നത്. 6-7 മാസം അല്ലെങ്കിൽ മാക്സിമം 1 വർഷം, ഈ ഒരു ടൈമിലൊക്കെയാണ് ഒരു കാർ മാക്സിമം യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തിട്ട് വേറെ വണ്ടി വാങ്ങിക്കും. അപ്പം എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ പിന്നെ ഞാൻ കുറച്ച് ഫിനാൻഷ്യൽ റിസർച്ച് ഒക്കെ നടത്തിയതിന്റെ ബേസിലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പുതിയ കാർ ലോണിൽ വാങ്ങിക്കണോ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ ഫുൾ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിക്കണോ, ഏതാണ് നമുക്ക് ഫിനാൻഷ്യലി ലാഭം എന്നാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഇമോഷൻസ് കുറച്ചങ്ങോട്ട് നീക്കി നിർത്തുകയാണ്. ഇമോഷണൽ ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു പുതിയ കാർ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു ന്യൂ സ്മെൽ, ആ ഒരു ഫീല്, അങ്ങനെയുള്ള ഇമോഷൻസ് ഞാൻ മാറ്റി നിർത്തുകയാണ്. അതുപോലെ തന്നെ യൂസ്ഡ് കാറാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്ന ആ ഒരു കോമൺ ചിന്താഗതിയും ഞാൻ മാറ്റി നിർത്തുകയാണ്. റിയലിസ്റ്റിക് ആയിട്ട് ഇതിനൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ ക്യാഷ് ഫ്ലോയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ഹിഡൻ ചാർജസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ആൻഡ് ഇൻഷുറൻസ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ലോജിക്, നമ്മുടെ മനുഷ്യ സഹജമായിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയർ വേഴ്സസ് മാത്ത്, പിന്നെ സ്റ്റാറ്റസ് ആൻഡ് സൈക്കോളജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത്രയും കവർ ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. അപ്പൊ പാർട്ട് 1 നമുക്ക് പോകാം, അപ് ഫ്രണ്ട് മണി ആൻഡ് ക്യാഷ് ഫ്ലോ റിയാലിറ്റി. അപ്പൊ പുതിയ കാർ നമ്മൾ ലോണിൽ എടുക്കുകയാണെങ്കിൽ ഒരു 20% എന്തായാലും നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കണം. അതായത് 10 ലക്ഷം രൂപ വിലയുള്ള കാറാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ബാക്കിയുള്ള 8 ലക്ഷം നമ്മളൊരു 5 to 7 വർഷത്തെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ് വാങ്ങിക്കുന്ന അന്ന് തൊട്ട് നിങ്ങളുടെ ടെന്യൂർ എത്രയാണോ, അതായത് 5 വർഷമാണെങ്കിൽ 5 വർഷം, 7 വർഷമാണെങ്കിൽ 7 വർഷം, എല്ലാ മാസവും കൃത്യമായിട്ട് നിങ്ങളുടെ EMI കോസ്റ്റ് കട്ടാവും. അപ്പം അടുത്തൊരു 7 വർഷത്തേക്കുള്ള ഒരു വലിയ ഒരു ബാധ്യതയാണ് നിങ്ങൾ ഈ അടുത്ത് തലവെക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നിങ്ങളുടെ ഒരു സ്ഥിര വരുമാനമുള്ള 100% അഷ്യൂരിറ്റി ഉള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു ബാധ്യത ചിലപ്പോൾ വലിയ രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ വിലയുള്ള കാർ, 2 ലക്ഷം ഡൗൺ പേയ്മെന്റ്, 8 ലക്ഷം ലോൺ ഇടുന്നു, മന്ത്ലി EMI എന്ന് പറയുന്ന ഒരു 16,000 to 18,000 വരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ജോലി പോയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറഞ്ഞാലോ ബിസിനസ് ഡൗൺ ആയാലോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫിനാൻസിനെ നന്നായിട്ട് ബാധിക്കും. ഈ EMI തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ വലിയൊരു സ്ട്രെസ് നിങ്ങൾക്കുണ്ടാവും. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് നമ്മളിനി ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ വണ്ടി എപ്പോൾ ബാങ്കുകാർ കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ മതി. കാരണം നമ്മൾ ഈ EMI അടയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അർജന്റ് ആയിട്ടുള്ള ഈ ഹോസ്പിറ്റൽ എമർജൻസി നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഓവറോൾ സമ്പാദ്യത്തിന്റെ കാര്യത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. കാറ് മാത്രമല്ല, നമ്മുടെ എന്തെങ്കിലും ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇത്രയും മാൻഡേറ്ററി ആയതുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിന്റെ പുറത്തുനിന്ന് GST വരെ എടുത്ത് മാറ്റിയത്. അപ്പോൾ അത്രയും ചുരുങ്ങിയ ചെലവിൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാം. അതും ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെയൊക്കെ നോക്കി നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒക്കെ ചേർത്ത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് കയറി നോക്കുകയാണെങ്കിൽ മാസം 400 to 500 രൂപ എന്ന് പറയുന്ന ചെറിയ തുകയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. 1 കോടി രൂപ വരെയൊക്കെ കവറേജ് ഉള്ള പ്ലാനുകൾ നമുക്ക് എടുക്കാം. അപ്പൊ ഇത് പിന്നെ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും ഗുരുതര രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡിക്കലായിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ പല കമ്പനികളും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തരാൻ ബുദ്ധിമുട്ട് കാണിച്ചെന്നൊക്കെ ഇരിക്കും. ഇനി നൽകിയാലും ഭയങ്കര വലിയ പ്രീമിയം ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇത് ചാർജ് ചെയ്യുന്നത്. ഡയബറ്റീസ്, തൈറോയ്ഡ് ഇഷ്യൂസ്, BP, ആസ്മ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ 1ാമത്തെ ദിവസം മുതൽ തന്നെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ ഞാൻ ഈ പറഞ്ഞ ലിങ്കിലൂടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലെയിമിന്റെ കാര്യത്തിൽ പേടി വേണ്ട, ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റിനുള്ളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ വിദേശത്തുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെയൊക്കെ വിലക്കുറവിൽ നമുക്ക്
ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ നമുക്കിതൊരു മാൻഡേറ്ററി പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമ്പാദ്യമൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാൻ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ 25% വരെയൊക്കെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് അതിലൂടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ EMI എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ദൂഷ്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇത് നോക്കാം. യൂസ്ഡ് കാർ ഫുൾ പേയ്മെന്റിൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. 100% നമ്മൾ പൈസ അപ്ഫ്രണ്ട് കൊടുക്കുന്നു. അതായത് ഈ 10 ലക്ഷം രൂപ തന്നെ വിലയുള്ള കാറാണെങ്കിൽ നമ്മളൊരു 3 വർഷം പഴക്കമുള്ള കാറാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 7 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 6.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കും. പോട്ടെ, കുറച്ച് നന്നായിട്ട് നമ്മൾ നോക്കിയെടുത്ത് നമുക്കൊരു 6 ലക്ഷം രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഇവിടെ EMI എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നില്ല. മന്ത്ലി EMI പ്രഷർ ഇല്ല. എല്ലാ മാസവും 18,000 രൂപ ഞാൻ ഉണ്ടാക്കണമല്ലോ. ഒരു ദിവസം ഇപ്പോൾ ഒരു മാസം നമുക്കിപ്പോൾ നല്ലതായിട്ട് ബിസിനസ്സൊന്നും പോയില്ല, ഒരു മാസം നമുക്ക് പ്രതീക്ഷിച്ച പോലെ സാലറി കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് മറ്റെന്തെങ്കിലും എക്സ്ട്രാ ചിലവ് വന്നു, അപ്പോൾ ഈ 18,000 രൂപ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ടെൻഷൻ നമുക്കില്ല. ക്യാഷ് ഫ്ലോ ഫ്രീ ആയിരിക്കും. അപ്പം മാസം നിങ്ങളൊരു 30,000 രൂപ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പുതിയ കാർ EMI എടുക്കുമ്പോൾ 18,000 രൂപ എന്തായാലും കട്ട് ചെയ്ത് പോയി. ബാക്കി ഉണ്ടാകുന്ന 30,000 രൂപ സാലറി ഉള്ള നിങ്ങൾക്ക് ബാക്കി 12,000 രൂപ മാത്രമേ അതിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ കുറച്ച് ക്യാഷ് നിങ്ങളുടെ അപ്രന്റ് ഉണ്ട്. നിങ്ങൾ ആ പൈസ കൊടുത്ത് ഫുൾ പേയ്മെന്റിൽ യൂസ്ഡ് കാറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഫുൾ സാലറി ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. അപ്പോൾ ക്യാഷ് ഫ്ലോയുടെ കാര്യം നോക്കുമ്പോൾ തുടക്കത്തിൽ കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ ലംസമായിട്ട് വേണമെന്നേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെയും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ മെന്റൽ സ്ട്രെസ് ഇല്ലാതെ ക്യാഷ് ഫ്ലോ തരുന്നത് യൂസ്ഡ് കാർ എടുക്കുമ്പോഴാണ്. ഇനി രണ്ടാമത്തെ സിനാരിയോയിലേക്ക് വരാം. പുതിയ കാറിന്റെ ഇൻട്രസ്റ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള സിവിൽ, ഒരു ആവറേജ് സിവിലുള്ള ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ 8% തൊട്ടൊക്കെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8 to 11% വരെ ഇൻട്രസ്റ്റ് പെർസെന്റേജ് വരും പുതിയ കാർ ലോൺ എടുക്കും. അപ്പോൾ ഈ 5 വർഷത്തേക്കുള്ള EMI ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 2 to 3 ലക്ഷം രൂപ നമ്മൾ EMI ആയിട്ട് അടയ്ക്കണം. അപ്പോൾ ഈ 5 വർഷത്തേക്കാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 2.5 ലക്ഷം രൂപ നമ്മൾ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച കാറിന് മൊത്തം നമുക്ക് ചെലവെന്ന് പറയുന്നത് ഏകദേശം ഒരു 12 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 13 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് കാറിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലുള്ള കംഫർട്ടോ ഫീച്ചേഴ്സോ തരുന്നില്ല എന്ന് മനസ്സിലാക്കാം. കാറിന്റെ വില 10 ലക്ഷമേ ഉള്ളൂ. നമ്മൾ ഈ EMI എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും 13 ലക്ഷം രൂപ കോസ്റ്റ് ആയത്. അപ്പം അത് നമുക്ക് ഒരു തരത്തിലുള്ള കംഫർട്ട് തരുന്നില്ല. നമ്മുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നില്ല. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വിൽക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ബയർ വരികയാണ്, അയാളോട് നമ്മൾ പറയുകയാണ് ഇതെനിക്ക് 13 ലക്ഷം രൂപ ചിലവായ വണ്ടിയാണ്, ലോൺ അടച്ചു തീർന്നത് 13 ലക്ഷം രൂപയായി എന്ന് അയാളോട് പറഞ്ഞാൽ അയാൾ പറയും അതിനിപ്പോൾ ഞാൻ എന്ത് വേണം. അത് അയാളെ ബാധിക്കുന്ന കാര്യമല്ല. പലരും റീസെയിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എക്സ്ഷോറൂം പ്രൈസിന്റെ വിലയിലായിരിക്കും. ഓൺ റോഡ് പ്രൈസ് പോലും ചില ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അപ്പോൾ റീസെയിൽ വാല്യൂവിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും മുടക്കിയതിന് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല. അതേസമയം യൂസ്ഡ് കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പൈസ വെച്ചാണ് നമ്മൾ വാങ്ങിച്ചത്. 0 ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ 5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ കാർ വാങ്ങിച്ചെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച അത്യാവശ്യം ലാഭകരമായിട്ടുള്ള ഒരു പൈസയ്ക്കാണെങ്കിൽ ചിലപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ച വിലയോ ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതലോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ 1-2 കാർ കൊടുത്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച വിലയേക്കാളും ഏകദേശം 6-7 മാസം കഴിഞ്ഞ് കൊടുത്തിട്ടും എനിക്ക് വാങ്ങിച്ച വിലയേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് നോക്കുമ്പോഴും ഇവിടെ ക്ലിയർ വിന്നർ എന്ന് പറയുന്നത് യൂസ്ഡ് കാറാണ്. അപ്പം ക്യാഷ് ഫ്ലോയുടെ കാര്യത്തിൽ ക്ലിയർ വിന്നർ യൂസ്ഡ് കാറാണ്. ഈ ഒരു കാര്യം കമ്പയർ ചെയ്യുമ്പോഴും ഇൻട്രസ്റ്റിന്റെ ഈ ഒരു കാര്യമൊക്കെ നോക്കുമ്പോഴും ഇവിടെയും വിന്നർ യൂസ്ഡ് കാർ തന്നെയാണ്. അടുത്ത പാർട്ടിലേക്ക് നോക്കുക, ഡിപ്രിസിയേഷൻ. നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ചാൽ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 10 to 15% ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഒരു വർഷം കഴിയുമ്പോൾ ഇത് 20 മുതൽ 25% വരെ ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. 5 വർഷത്തിൽ 50 to 60% വരെ ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ഒരു 10 ലക്ഷം രൂപ വിലയുള്ള കാറാണെങ്കിൽ 5 വർഷത്തിന് ശേഷം അതൊരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ മേജർ ഡിപ്രിസിയേഷൻ എല്ലാം സംഭവിച്ചതാണ്. പിന്നെ ഇതിന് സംഭവിക്കുന്ന ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ വാങ്ങിച്ച വിലയേക്കാളും എനിക്ക് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഡിപ്രിസിയേഷൻ ആസ്പെക്റ്റിൽ നോക്കുമ്പോഴും ഇവിടെയും ക്ലിയർ വിന്നർ എന്ന് പറയുന്നത് യൂസ്ഡ് കാർ തന്നെയാണ്. അടുത്ത പാർട്ട് 4, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ കോസ്റ്റ്. ഇവിടെ പുതിയ കാർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ കോസ്റ്റ് കമ്പാരേറ്റീവ്ലി കുറവായിരിക്കും. കാരണം വാറന്റി ഉണ്ടാവും, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാവും, പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. എവിടെയും നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ വണ്ടി കൊണ്ടുപോകാം. ഈ ആ കംപ്ലൈന്റ് വരും, ഈ കംപ്ലൈന്റ് വരുമോന്നൊന്നും പേടിക്കണ്ട. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും നമുക്ക് വാറണ്ടിയിലോ ഇൻഷുറൻസിലോ ഒക്കെ മാറിയെടുക്കുക. പിന്നെ ഒരു പീരിയോഡിക് സർവീസിന്റെ കോസ്റ്റ് എന്തായാലും നമ്മൾ കൊടുക്കണം. മിനിമം ഒരു 10 രൂപ 15 രൂപയൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാറിന് പീരിയോഡിക് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട്. 8 to 15 രൂപയൊക്കെ വരുന്നുണ്ട്. പിന്നെ പുതിയ കാറിന്റെ കാര്യം പറയുമ്പോൾ ഇൻഷുറൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല കോസ്റ്റ് ആയിരിക്കും. ഷോറൂമുകാർ തന്നെ എടുത്തു തരുന്ന ഇൻഷുറൻസ് നല്ല കോസ്റ്റ് ആയിരിക്കും. 10 ലക്ഷം രൂപയുടെ കാറിന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു 35,000 രൂപ 40,000 രൂപയുടെ ഇൻഷുറൻസ് ആയിരിക്കും അവർ എടുത്തു തരുന്നത്, ഏറ്റവും കുറഞ്ഞത്. അതേസമയം യൂസ്ഡ് കാറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് എടുക്കാം. കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കൊരു 7,000-നും 8,000-നും ഒക്കെ വരെ പല കമ്പനികളും ഈ പോളിസി ബസാറിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആനുവൽ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ വലിയൊരു നേട്ടം നമുക്ക് യൂസ്ഡ് കാറിൽ കിട്ടുന്നുണ്ട്. പിന്നെ പുതിയ കാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാർ എന്തായാലും നമ്മൾ വാങ്ങിച്ച ആദ്യത്തെ 5 വർഷം നമ്മൾ ഷോറൂമിലായിരിക്കും സർവീസ് ചെയ്യുന്നത്, പുറത്തൊന്നും കൊടുത്ത്
കൊടുത്ത് നമ്മൾ സർവീസ് ചെയ്യില്ല. പക്ഷെ ഒരു യൂസ്ഡ് കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള വിശ്വാസമുള്ള നല്ലൊരു മെക്കാനിക്കിന്റെ ഇടയ്ക്ക് കൊടുത്ത് പുറത്ത് സർവീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ചിലപ്പം ഷോറൂമിലാകുന്നതിന്റെ പകുതി കോസ്റ്റേ ആവുള്ളൂ. ഇപ്പൊ എനിക്ക് മുമ്പ് ഒരു ഡസ്റ്റർ ഉണ്ട്, അതായത് ഇപ്പോഴുള്ള ഡസ്റ്റർ അല്ല, ഇതിനു മുമ്പ് ഇപ്പൊ എന്റെ രണ്ടാമത്തെ ഡസ്റ്റർ ആണ് ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ഡസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ 90,000 മേജർ സർവീസ് ഏകദേശം ഒരു 65,000 കിലോമീറ്റർ ഒക്കെ ആയപ്പോൾ ഞാൻ ചെയ്തു. ഞാനത് ചെയ്തത് പുറത്തൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തു, എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാണ്. ഷോറൂമിൽ ഏകദേശം 85,000 രൂപ എന്തോ പറഞ്ഞത്, അതിന്റെ പകുതി കോസ്റ്റിനേക്കാളും താഴെയാണ് എനിക്ക് പുറത്ത് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ അത്രത്തോളം ഡിഫറൻസ് വരുന്നു. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും വിശ്വസ്തയുള്ള നന്നായിട്ട് പണിയുന്ന മെക്കാനിക് അല്ലെങ്കിൽ നല്ല രീതിയിൽ റിസ്ക് ആണ്. കാരണം ഓരോ വണ്ടിക്കും അതിൻ്റെ ആയിട്ടുള്ള സ്പെസിഫിക് ടൂൾസ് ആയിരിക്കും ചിലപ്പോൾ. അപ്പം ഈ പുറത്തെ വർക്ക്ഷോപ്പിൽ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ടൂളൊന്നും ഓർഡർ ചെയ്യില്ല, അല്ലെങ്കിൽ അവർ കിട്ടിയ ടൂളൊക്കെ വെച്ചായിരിക്കും. ചിലപ്പോൾ ഈ ഞട്ടും ബോൾട്ടിന്റെ ഒക്കെ പിരി പോകും, അല്ലെങ്കിൽ മറ്റു പാർട്സ് ഒക്കെ നശിച്ചു പോകും. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, അവരുടെ കൈ കിട്ടുന്ന ഞട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് മുറുക്കും. അതപ്പോൾ അതിന്റെ ത്രെഡ് പോകും, ചിലപ്പോൾ ഓയിൽ ലീക്ക് ഉണ്ടാകും. അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഗ്യാസ്കറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യില്ലെങ്കിൽ അവിടെ ഓയിൽ ലീക്കും മറ്റു പ്രശ്നങ്ങളും അതിന്റെ ത്രെഡൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വള്ളിയാണ്. സോ അങ്ങനെയുള്ള കുറച്ച് തലവേദനകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് പണിയുന്ന വിശ്വസ്തമായിട്ടുള്ള ഒരു മെക്കാനിക് ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് കൊടുത്ത് ചെയ്യുന്നതാണ് റിലയബിൾ എന്ന് പറയുന്നത്. ഇത്രയും വിശ്വസിക്കാൻ പറ്റുന്ന മെക്കാനിക് ഉണ്ട്, അയാളെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു ഷോറൂമിൽ കൊടുക്കുന്നതിനേക്കാളും ഒരു 60 to 70% വരെയൊക്കെ കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മാത്രമല്ല, നമ്മൾ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ നല്ല കാർ നോക്കി എടുത്തില്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു തലവേദനയായിരിക്കും. നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടത്തില്ല. അത് വല്ലാത്തൊരു ക്യാൻസറസ് ഹെഡേക്ക് ആയിട്ട് മാറും. 24 മണിക്കൂർ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ കുറെ പൈസ കൊണ്ടുപോയി തിന്നും. നല്ല വണ്ടിയാണ്, അത്യാവശ്യം ഒരു 3-4 വർഷം പഴക്കമുള്ള, മാക്സിമം ഒരു 3-4 വർഷം വരെയൊക്കെ പഴക്കമുള്ള നല്ല വണ്ടിയാണ് നോക്കിയെടുക്കുന്നെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള വർക്ക്ഷോപ്പ് തലവേദനകളൊന്നും വരില്ല. അപ്പൊ അങ്ങനെ ഈ രണ്ട് ആസ്പെക്റ്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ കോസ്റ്റിൽ രണ്ടും ഏകദേശം കണക്കാണ് എന്ന് വേണം പറയാം. കാരണം ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് ഒക്കെ ഭയങ്കര ഭീമമായിരിക്കും പുതിയ കാർ. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഇപ്പുറത്ത് ഇതിന്റെ റിപ്പയർ കോസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് ഒരു ക്ലിയർ വിന്നറിനെ ഇതിനകത്ത് പറയാൻ സാധിക്കുന്നില്ല. പിന്നെ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റി റിപ്പയർ കോസ്റ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ന്യൂ കാറാണ് ഇവിടെ ഒരു വിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെയിൻ്റനൻസിന്റെ ഈ കാര്യത്തിലൊക്കെ ഇൻഷുറൻസും പെടും. കാരണം നമുക്ക് ഒരു വർഷം ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ചെലവാണ്. അപ്പൊ ആദ്യത്തെ 2-3 വർഷത്തേക്ക് ഇൻഷുറൻസ് തുകയെന്നൊക്കെ പറയുന്ന വലുതാണ്. ഈ ഒരു 3-4 വർഷം കഴിഞ്ഞ കാറുകളെ അപേക്ഷിച്ച് പുതിയ കാറുകൾക്ക് വലിയ തുകയായിരിക്കും നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കും. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന നല്ല കാറാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. ഇതിനകത്ത് വരുന്ന മെയിൻ്റനൻസ് വളരെ നിസ്സാരമാണെന്ന് പറയാം. എന്റെ പുതിയ ഡസ്റ്റർ വളരെ നിസ്സാരമായിട്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് അതിന് വരുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ഞാൻ ഷോറൂമിൽ കൊടുത്താണ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം അത് ഷോറൂമിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ട് പോലും വർഷം ഒരു 7,500-8,000 രൂപയ്ക്ക് അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുള്ളൂ. അടുത്താണ് മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങളിൽ പലരും ഞാൻ എന്താണ് ഇത് പറയാത്തതെന്ന് ആലോചിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പൊ അതിലേക്ക് വരാം. ഈ യൂസ്ഡ് കാർ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു 5-6 ലക്ഷം രൂപയുടെ കാറാണ് വാങ്ങിക്കുന്നെങ്കിൽ പോലും അപ്ഫ്രണ്ട് ആയിട്ട് ഇത്രയും പൈസ നമ്മൾ അതിനകത്ത് മുടക്കിയിടണം. അപ്പൊ അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ? അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആകുമോ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു യൂസ്ഡ് കാർ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ 5-6 ലക്ഷം രൂപയുടെ ഹോൾഡായി കിടക്കുകയാണ്. അതേസമയം നമ്മൾ ന്യൂ കാർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു തുക, അതിന്റെ ഒരു 20% ഒക്കെ വരെ മാക്സിമം ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി പൈസ നമ്മൾ EMI ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ വലിയൊരു തുക അവിടെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കില്ല. കാരണം EMI ആയിട്ടാണ് നമ്മൾ ബാക്കി തുക അടച്ചു പോകുന്നത്. അപ്പൊ ഇതൊരു തിയററ്റിക്കൽ ലോജിക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ചു, 10 ലക്ഷം രൂപയാണ് അതിന്റെ ഓൺ റോഡ് വില. 2 ലക്ഷം നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുത്തു, ബാക്കി 8 ലക്ഷം നമ്മൾ ലോൺ ഇട്ടു. അപ്പൊ നമ്മുടെ ഫുൾ ക്യാഷ് ഉണ്ടായിട്ട് നമ്മൾ ഈ ബാക്കി പൈസ ലോണാണ് ഇട്ടതെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ 10 ലക്ഷം രൂപ ഓൾറെഡി ഉണ്ട്, പക്ഷെ നിങ്ങൾ ലോണിൽ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ട് 2 ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് 8 ലക്ഷം രൂപ ലോൺ ഇട്ട് ബാക്കി നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 8 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ട് അത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലോ സ്റ്റോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബിസിനസ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ലോൺ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതലാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എങ്കിൽ, അതായത് നിങ്ങളുടെ ലോൺ 8% വിചാരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലോ സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ നിങ്ങളുടെ കയ്യിലിരുന്ന 8 ലക്ഷം രൂപ കൊണ്ട് ഒരു 12%, 15% ഒക്കെ റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു നേട്ടമാണ്. യൂസ്ഡ് കാറിന്റെ കേസിൽ നമുക്ക് ആ നേട്ടം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ആ ഒരു മുടക്കിയിട്ടിരിക്കുന്ന പൈസ, ഇപ്പൊ 6 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങളൊരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 ലക്ഷം രൂപ ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നിങ്ങൾ പുതിയ കാർ ലോണിൽ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം നിങ്ങൾക്ക് അതർ ഹാൻഡിൽ പുതിയ കാറും യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അത് നല്ലൊരു വാല്യൂഡ് പോയിന്റ് ആണ്. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രം പുതിയ കാറാണ് ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതൊരു ഫിനാൻഷ്യൽ വിൻ ആണ്. ഇതിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പം തിയററ്റിക്കലി ഇതാണ് സംഭവം. ഇനി റിയൽ ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ 8 ലക്ഷം ലോൺ ഇട്ട് ബാക്കി 8 ലക്ഷം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ച് എത്ര പേർക്ക് ഇതുകൊണ്ട് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും? ബിസിനസ് ചെയ്യുന്ന എത്ര ആളുകളാണ്? വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള എല്ലാവരും സാലറി, എംപ്ലോയി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഷുവർ ആയിട്ട് ലാഭമായിരിക്കും. അവർക്ക് അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ
ചിലപ്പോൾ നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാകും. ഈ പറയുന്ന ഇയർലി 8% മുകളിൽ ഇതുകൊണ്ട് ലാഭം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് മറ്റാളുകളെ നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബിസിനസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ മറ്റ് വളരെ മോശമായിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെന്റുകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പൈസ കൊണ്ടിടുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ അതൊരു ലോസ് ആകാൻ സാധ്യതയുണ്ട്. പ്രാക്ടിക്കലാലിറ്റി പറയുകയാണ്. പക്ഷെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് ഇതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തിയററ്റിക്കലി പറഞ്ഞ കാര്യം പോസിബിൾ ആണ്. അവർക്ക് അതൊരു ഫിനാൻഷ്യൽ വിൻ ആണ്. അപ്പോൾ അടുത്ത പോർഷനിലേക്ക് വരുമ്പോൾ ഡിസിപ്ലിൻ ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അപ്ഫ്രണ്ട് കൊടുത്ത് നിങ്ങൾ ഒരു യൂസ്ഡ് കാർ വാങ്ങിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫിനാൻഷ്യൽ പ്രഷർ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സ്ട്രാ വരുന്ന എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കും. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിബിൾ ആണോ എന്നറിയാൻ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ നിങ്ങൾക്ക് EMI പ്രഷർ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മന്ത്ലി സാലറിന്ന് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ ആൻസർ യെസ് എന്നാണെങ്കിൽ ഈ നേരത്തെ തിയററ്റിക്കലി പറഞ്ഞ പോലെ തന്നെ ലോണിൽ കാർ എടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട്. ഇനി അങ്ങനല്ല, ഈ എക്സ്ട്രാ വരുന്ന എമൗണ്ട് എൻ്റെ ചെലവായി പോകും എന്നുള്ളതാണെങ്കിൽ അപ്ഫ്രണ്ട് ആയിട്ട് ക്യാഷ് കൊടുത്ത് ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ EMI ഇൻവെസ്റ്റ്മെന്റും എല്ലാം കൂടെ കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിക്കില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ലോണിൽ കാർ എടുക്കും, അതിന് ഇൻവെസ്റ്റ്മെന്റ് മറ്റ് ആ പൈസ എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് വേറൊരു വഴിക്ക് നടത്തും. EMI ഒരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അത് നമുക്ക് എന്ത് സംഭവിച്ചാലും EMI അടയ്ക്കണം. പക്ഷെ നിങ്ങളുടെ പൈസ ചിലപ്പോൾ മറ്റു വഴിക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടുന്ന മറ്റു പല വഴിക്ക് പോകും. അതേസമയം നിങ്ങൾക്ക് ഈ ലോൺ അടയ്ക്കാനുള്ള പൈസയും കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത പാർട്ടിലേക്ക് പോകാം, സ്റ്റാറ്റസ്, ഈഗോ ആൻഡ് സോഷ്യൽ പ്രഷർ. പുതിയ കാറാകുമ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ വാലിഡേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഷോറൂമിൽ പോയി കാറിന്റെ ചായ വാങ്ങിക്കുന്ന പിക്കൊക്കെ എടുക്കാൻ പുതിയ കാർ വാങ്ങിച്ചു എന്നുള്ളൊരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഫാമിലി അപ്രൂവൽ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വരുമ്പോൾ പുതിയ കാർ എടുത്തു എന്നൊരു ആ ഒരു കിക്ക് നിങ്ങൾക്ക് കിട്ടാം. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഇടാം. പക്ഷേ ഈ പറയുന്ന ആ ഒരു പുതിയ ഫീലും ഹാപ്പിനെസ്സും എല്ലാം ആദ്യത്തെ ഒരു 6 മാസം കഴിയുമ്പോൾ തീരും എന്നുള്ളതാണ് സത്യം. പിന്നെ പീപ്പിൾ ഡസൻ ഈവൻ കെയർ. നിങ്ങൾ പുതിയ കാറാണോ വാങ്ങിച്ചത്, യൂസ്ഡ് കാറാണോ വാങ്ങിച്ചതെന്ന് ആളുകൾ ശ്രദ്ധിക്കുന്ന പോലും. ആദ്യത്തെ 6 മാസം പുതിയ കാർ എടുത്ത് ആ ഒരു ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെമ്പററി നമ്പർ പ്ലേറ്റ് ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സോഷ്യൽ വാലിഡേഷൻ കിട്ടും. പക്ഷേ ഈ EMI സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ EMI ടെന്യൂർ മുഴുവൻ നിലനിൽക്കും. ആദ്യത്തെ ഒരു 5-7 വർഷം വരെ ഫുൾ ആയിട്ട് നിലനിൽക്കും. ഇനിയിപ്പോൾ നിങ്ങൾ എപ്പോൾ ന്യൂ കാർ വാങ്ങിക്കണം, എപ്പോൾ യൂസ്ഡ് കാർ വാങ്ങിക്കണം എന്ന് നമുക്ക് നോക്കാം. ഈ ടോട്ടൽ EMI നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിന്റെ 20% വരുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ന്യൂ കാർ വാങ്ങിക്കാം, ലോണിൽ വാങ്ങിക്കാം. അതുപോലെ നിങ്ങളുടെ ഇൻകം വളരെ സ്റ്റേബിൾ ആണെങ്കിലും ഈ പറയുന്ന പോലെ EMIയിൽ നിങ്ങൾക്ക് ന്യൂ കാർ വാങ്ങിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മുടെ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതാണ് പൈസയെക്കാളും വലുത് എന്ന് പറയുന്നത്. ഇനി ഒരു യൂസ്ഡ് കാർ ഫുൾ ക്യാഷിൽ വാങ്ങിക്കാൻ നിങ്ങൾ ഫ്രീഡം ആണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ, ഫിനാൻഷ്യൽ സ്ട്രെസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, EMI നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ, അടുത്തൊരു 2-3 വർഷത്തിനുള്ളിൽ നിങ്ങൾ വണ്ടി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ്ഡ് കാർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഫുൾ ക്യാഷ് ഒരു 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഇട്ട് ബാക്കി 8 ലക്ഷം രൂപ ലോൺ ഇട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി 8 ലക്ഷം രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യലി ഒരു വിൻ ആയിരിക്കും. ഒരു 15% വരെയൊക്കെ റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ. ബട്ട് ഇൻ റിയൽ ലൈഫ് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ നമ്മളിൽ 80 മുതൽ 90% പേർക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് കാർ എടുക്കുന്നതന്നായിരിക്കും. ഇപ്പൊ എന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ മോസ്റ്റ്ലി യൂസ്ഡ് കാറാണ് എടുക്കാറ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു 7 മാസം 8 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ള കാർ ചേഞ്ച് ചെയ്യുന്ന ആളാണ്. ഒരു പുതിയ കാർ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കാർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന, നമ്മുടെ സുഖ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫിനാൻഷ്യലി നോക്കുമ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഒരു കാർ വാങ്ങിച്ച് ഓടിച്ചുകൊണ്ട് പോകുന്ന ആളല്ല. എന്നാൽ അത്യാവശ്യം കാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നേടുകയും എന്നാൽ കുറച്ച് പൈസ മാത്രം അതിനകത്ത് ചിലവഴിക്കുകയും ചെയ്യുന്ന ആളാണ് ഫിനാൻഷ്യലി വിൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു പുതിയ കാർ ലോണിൽ വാങ്ങിക്കണോ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം മറക്കേണ്ട, വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് ആവശ്യമായിട്ടുള്ള കവറേജോട് കൂടി 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. സോ I hope you find this video helpful. If you like this video, please like and subscribe, and please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.